ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാര്യനിർവഹണ സമിതി തെരഞ്ഞെടുപ്പിൽ പരബ്രഹ്മ വിശ്വാസ സമിതിക്ക് വിജയം. ആർ രാജീവിനെ പ്രസിഡന്റും BS വിനോദിനെ സെക്രട്ടറിയുമായും തെരഞ്ഞെടുത്തു. ക്ഷേത്ര ഭരണസമിതിയിലേക്കുള്ള അവസാനഘട്ട രക്ഷാധികാരി തെരഞ്ഞെടുപ്പ് 23-ന് നടക്കും. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാര്യനിർവഹണ സമിതി തെരഞ്ഞെടുപ്പിൽ കെ ഗോപിനാഥന്റെ നേതൃത്വത്തിലുള്ള പരബ്രഹ്മ വിശ്വാസ സമിതി സമ്പൂർണ്ണ വിജയം നേടി. വിശ്വാസ സമിതിയുടെ പാനലിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. ആർ രാജീവിനെ പ്രസിഡന്റായും BS വിനോദിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഇതിന്റെ പിന്നിൽ നിന്നിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ഭക്തജനങ്ങൾ വിശ്വാസത്തോടുകൂടി 85,000-ഓളം 87,000-ഓളം വോട്ടർമാരാണ് ഈ 52 കരകളിലായിട്ടുള്ളത്. ആ 87,000-ഓളം ആളുകൾ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഈ വിശ്വാസ സമിതിയെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറത്തു നിന്ന് പിന്തുണ നൽകിയിട്ടുള്ളത് അതിലേറെയാണ്. അവർ ഞങ്ങൾ തിരിച്ചു നൽകുന്നത് ഒരാളിന് പോലും തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. ഒരഴിമതി പോലും ഉണ്ടാകാത്ത തരത്തിൽ യാതൊരു വിധമായിട്ടുള്ള പരാതിക്കോ യാതൊരു വിധമായിട്ടുള്ള ആക്ഷേപത്തിനോ വഴിവെക്കാത്ത തരത്തിൽ ഈ സമിതി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. മുൻ സെക്രട്ടറി V സദാശിവൻ രക്ഷാധികാരിയായ പാനലും മുൻ രക്ഷാധികാരി MC അനിൽകുമാർ നേതൃത്വം വഹിച്ച മറ്റൊരു പാനലും മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും ആരും വിജയിച്ചില്ല. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിൽ നിന്ന് സമുദായ അടിസ്ഥാനത്തിൽ ജയിച്ചു വന്ന 61 പ്രവർത്തക സമിതി അംഗങ്ങൾ ചേർന്നാണ് കാര്യനിർവഹണ സമിതിയെ തെരഞ്ഞെടുത്തത്. RD പത്മകുമാറാണ് വൈസ് പ്രസിഡന്റ്. സാഗർ മക്കാടത്തെ ട്രഷററായും തെരഞ്ഞെടുത്തു. കുസുമൻ, നന്ദകുമാർ, K പത്മകുമാർ, പ്രതാപൻ, NDV, ശിവപ്രസാദ് മണ്ണാശ്ശേരിൽ, വിക്രമൻ എന്നിവരാണ് കാര്യനിർവഹണ സമിതി അംഗങ്ങൾ. കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് പ്രസിഡന്റും ഓച്ചിറ പഞ്ചായത്ത് അംഗവുമാണ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട BS വിനോദ. CPIM കറ്റാനം ലോക്കൽ കമ്മിറ്റി അംഗവും പ്രവർത്തക സമിതിയിലെ മുൻ അംഗവുമാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ രാജീവ്. വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ CPI കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി അംഗമാണ്. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി, ഓച്ചിറ പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രഷറർ സാഗർ മക്കാടം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗമാണ്. ക്ഷേത്ര ഭരണസമിതിയിലേക്കുള്ള അവസാനഘട്ട രക്ഷാധികാരി തെരഞ്ഞെടുപ്പ് 23-ന് രാവിലെ 10 മുതൽ പടനിലത്തെ മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇതിനായുള്ള പത്രികകൾ 13-ന് വൈകിട്ട് 3 വരെ സ്വീകരിക്കും. സൂക്ഷ്മ പരിശോധന 14-ന് വൈകിട്ട് 5-ന് നടക്കും. സാധുവായ പത്രികകൾ 16-ന് 11-ന് പ്രസിദ്ധീകരിക്കും. പത്രികകൾ വൈകിട്ട് 4 വരെ പിൻവലിക്കാം. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക അന്നേ ദിവസം വൈകിട്ട് 5-ന് പ്രസിദ്ധീകരിക്കുമെന്ന് വരണാധികാരി റിട്ടയർഡ് ജില്ലാ ജഡ്ജി V സോമൻ അറിയിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുകയാണ്. ഇവിടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ പറഞ്ഞതുപോലെ ക്ഷേത്രമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഈ കയറുന്നതിനെല്ലാം മോട്ടിക്കാനാണ്. ഈ കൊട്ടും കൊരയും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കും കണ്ടോ മോട്ടിക്കാൻ വന്ന അടുത്ത കക്ഷിക്കാർ മോട്ടിക്കാൻ വന്നെന്ന് പറയും. സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള മേഖലകളിലെല്ലാം യാതൊരു വിധമായിട്ടുള്ള പരാതിയുമില്ലാതെ അഴിമതിയുടെ കറ പുലരാതെ ഇവിടെ വന്നിട്ടുള്ള ഈ മുഴുവൻ ഭാരവാഹികളും എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളവരായാലും പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളവരായാലും 277 പൊതുഭരണ സമിതി മെമ്പർമാരായാലും അവരെല്ലാവരും ഈ പരബ്രഹ്മത്തെ സേവിക്കുവാനും അവരുടെ പരബ്രഹ്മ വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ക്ഷേത്രാങ്കണം മാറുവാനും ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസം വാനോളം ഉയർത്തി. നമുക്കറിയാം, ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഓച്ചിറ ക്ഷേത്രം. ഒരു പരസ്യവുമില്ല, ഒരു പബ്ലിസിറ്റിയുമില്ല. എന്നാലും ഈ ലോകത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഇവിടേക്ക് വന്നു ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.